ഫോൺ ചെയ്തിട്ട് കൊല ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്, എന്റെ വീട് അറിയാന്ന് പറഞ്ഞ് വിളിക്കുന്ന ആളുണ്ട്. അപ്പൊ ഭീഷണി ഇഷ്ടം പോലെ വരും. ഇത് ആദ്യഘട്ടത്തിൽ ഭയങ്കര മനുഷ്യന്മാരെ കൊല്ലുന്ന പറഞ്ഞ പേടിയുണ്ടാവേ. ഇവളൊക്കെ ഏത് സമയത്താ പൊട്ടിത്തെറിക്കാൻ അറിയാൻ പറ്റും. ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്യും, എന്ത് ചെയ്താലും ഞാൻ പറയേണ്ടി പറഞ്ഞു പോകുന്നത്. തന്റെ നിലപാടുകൾ പുറത്തേക്ക് വിളിച്ചു പറയണം, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എപ്പോഴാണ് എത്തിയത്? ഹമാസ് എന്നത് ഒരു ഭീകര സംഘടന എന്നുള്ളതും അത് ലോകത്തിന്റെ നാശാണെന്നുള്ളത് നമ്മൾ തുറന്ന് പറയലുണ്ട്. അപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രശ്നമായി. മുസ്ലിം ലീഗ് എത്ര തെണ്ടിത്തരാന്നറിയ ഇവിടെ ചെയ്ത്. മുസ്ലിമിന് ലോകത്ത് ഏതോ ഒരു കോണിൽ എന്തോ ഒരു പ്രശ്നം വന്നപ്പോ ഇവിടെ തെരുവിലിറങ്ങുക, ഭയം വരും. ഒരു ശരാശരി ഒരു സാധാരണ ഹിന്ദുവിന്റെ ഉള്ളിൽ, ഒരു ക്രിസ്ത്യന്റെ ഉള്ളിൽ ഭയം വരും. നാളെ ഒരു ഹിന്ദു ലീഗ്, ക്രിസ്ത്യൻ ലീഗ് ഇവിടെ ഉണ്ടായ എങ്ങനെ ഉണ്ടാവും? ഈ പറഞ്ഞ ലീഗിന്റെ ആളുകൾ ചാടി വീഴും. വി ഡി സതീശന് അങ്ങനെ ഒരു പാവയായി നിൽക്കും എന്നുള്ള ബോധമുള്ളത് കൊണ്ടാണ്. ആണല്ലോ, പാവാണല്ലോ. ഞങ്ങളിവിടെ റോഡ് ഉണ്ടാക്കി, ഞങ്ങളിവിടെ എയർപോർട്ട് ഉണ്ടാക്കി, ഞങ്ങളിവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി ആരും പറയുന്നില്ല. ഇത് മോദി എന്തോ BJP എന്തോ. നമ്മളെ എല്ലാ ഫോണുകൾ എടുത്തു നോക്കിയാൽ ഇപ്പൊ ഗൂഗിൾ പേ അതങ്ങനെ വെറുതെ വന്നു എന്നല്ല. ടെക്നോളജി കൊണ്ട് വലിയ സംഭവമായിട്ട് പറയുന്ന രാജ്യങ്ങളിലൊന്നും ഈ UPI ഇല്ല. അത് നരേന്ദ്രമോദി എന്ന ഒരു നേതാവിന്റെ ദീർഘവീക്ഷണം കൊണ്ട് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ട് വന്നതാ. 2014 ശേഷമുള്ള രാജ്യത്തിന്റെ വളർച്ച കണ്ടാൽ മാത്രം മതി. ഫസൽ കരാട്ട് ഒരു മോദി ഫാനാണോ? നമസ്തേ. തന്റെ നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയനായ ശ്രീ ഫസൽ കരാട്ടാണ് ഇന്ന് എനിക്കൊപ്പം ഉള്ളത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ആദ്യത്തെ ചോദ്യം, ഫസൽ കരാട്ട് ഒരു മോദി ഫാനാണോ? അതെന്ന് തന്നെ പറയാ. എന്തുകൊണ്ട് എന്ന് ചോദിക്കുക. അതായത് 2014 ശേഷമുള്ള രാജ്യത്തിന്റെ വളർച്ച കണ്ടാൽ മാത്രം മതി എന്തുകൊണ്ടാണ് നമ്മൾ നരേന്ദ്രമോദിയെ ഫാൻ ആവുന്ന അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്നത് എന്നൊക്കെ അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങളും. അപ്പൊ അദ്ദേഹം 2014 വരുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് വലിയ വിപ്ലവകരമായ മാറ്റം നടന്നിട്ടുണ്ട്. അതായത് ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മളെ എല്ലാ ഫോണുകൾ എടുത്തു നോക്കിയാൽ ഇപ്പൊ ഗൂഗിൾ പേ ഇപ്പൊ നമ്മൾ സിമ്പിളായിട്ട് അത് കാണും. അതങ്ങനെ വെറുതെ വന്നു എന്നല്ല. നമ്മൾ യൂറോപ്യൻ രാജ്യമോ ലാറ്റിൻ അമേരിക്കൻ രാജ്യമോ എടുത്തു നോക്കിയാൽ പോലും ഈ പറയുന്ന ഈ സംഭവമല്ല, ഈ പറയുന്ന UPI ഈ സംവിധാനങ്ങളില്ല. ടെക്നോളജി കൊണ്ട് വലിയ സംഭവമായിട്ട് പറയുന്ന രാജ്യങ്ങളിലൊന്നും ഈ UPI ഇല്ല. അത് നരേന്ദ്രമോദി എന്ന ഒരു നേതാവിന്റെ ദീർഘവീക്ഷണം കൊണ്ട് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ട് വന്നതാ. നമ്മളാണിത് ഫ്രാൻസിന് കൊടുക്കുന്നത്, നമ്മളാണിത് UAEക്ക് കൊടുക്കുന്നത്, നമ്മളാണിത് ഗൾഫ് രാജ്യങ്ങൾക്ക്, പല രാജ്യങ്ങൾക്കും ഇത് കൊടുക്കുന്നത് നമ്മളാണ്. അപ്പോ ഇത് പല ആളുകളും പറയൂ ഈ വളരെ ഇത് അങ്ങനെയല്ല കാലം കൊണ്ട് സംഭവിച്ചാണ്. ഇത് കാലം കൊണ്ട് സംഭവിച്ചതേ അല്ല. 2014 നരേന്ദ്രമോദി അധികാരത്തിലെത്തിയിട്ട് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പ്രഖ്യാപിച്ച അന്ന് നമുക്കറിയാം ഈ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആളുകൾ സഭയിൽ നിന്ന് പോലും മോദിയെ കളിയാക്കിയിട്ടുണ്ട്. ഡിജിറ്റൽ ഇത് കടകളിലൊക്കെ വന്ന് പച്ചക്കറി കടകളിൽ വന്നിട്ട് എങ്ങനെ സാധിക്കൂ, അതെങ്ങനെ വൈഫൈ എങ്ങനെ ഉണ്ടാവും, എങ്ങനെ കറണ്ട് വരും, ഇതൊക്കെ ചോദിച്ച് കളിയാക്കിയ ആളുകൾ പോലും ഇന്ന് ഫോണിൽ UPI ചെയ്യാം. അതെങ്ങനെ രാജ്യത്ത് ആ സമയത്ത് കോൺഗ്രസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം രാജ്യത്ത് 50% പോലും ബാങ്ക് അക്കൗണ്ട് ഇല്ല ആർക്കും. ബാങ്ക് അക്കൗണ്ട് രാജ്യത്ത് മൊത്തം എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ, എങ്ങനെ ബാങ്ക്. അപ്പൊ അതിന് മോദി കൃത്യമായിട്ട് അതിനൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അതായത് രാജ്യത്തെ എല്ലാ ആളുകൾക്കും ഫ്രീ ആയിട്ട് ബാങ്ക് അക്കൗണ്ടുകൾ പ്രഖ്യാപിച്ച്, സാധാരണ ഇത് കേട്ടിട്ട് ഇവിടെ ഫ്രീ ആയിട്ട് ബാങ്ക് അക്കൗണ്ട് കിട്ടി ആ കാലത്ത് 2014 ആർക്ക് എന്തിന് ബാങ്ക് അക്കൗണ്ട് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവല്ലോ. അപ്പൊ ഇത് ആ ഓരോരോ ഘട്ടമായിട്ട് നടക്കും. ആ ഫ്രീ കൊടുത്തിട്ട് കാര്യമില്ല എന്നുള്ളത് ഏകദേശം ഭരണകൂടത്തിന് ഉൾപ്പെടെ മനസ്സിലായിട്ട് പദ്ധതികളൊക്കെ, അതായത് വലിയ വലിയ പദ്ധതി പ്രഖ്യാപിച്ച് രാജ്യത്തെ കർഷകർക്കൊക്കെ തന്നെ ബാങ്കിലൂടെ മാത്രമാണ് പണം എന്നുള്ളൊരു സംവിധാനം. അങ്ങനെ ആ കർഷകർക്ക് പണം കൊടുക്കുന്നത് ഇതിലൂടെയാണ് വരിക എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് രാജ്യത്ത് ഒരു ഇണക്കം സംഭവിക്കുക. ബാങ്ക് അക്കൗണ്ട് നിർബന്ധമാണെന്നുള്ളത്. അത് ഫ്രീ ആയിട്ട് തരികയും ചെയ്യും, പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ ജനങ്ങൾ ഇത് വലിയ രീതിയിൽ ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി ആളുകൾക്ക്, അതായത് ഇന്ന് 50% ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത രാജ്യത്ത് ഇന്ന് ബഹുഭൂരിപക്ഷ ആളുകളും ബാങ്ക് അക്കൗണ്ട് എല്ലുമായി. അപ്പൊ ഓട്ടോമാറ്റിക്കലി അക്കൗണ്ട് എന്നുള്ളൊരു കടമ്പ കഴിഞ്ഞ് പിന്നെ സ്മാർട്ട് ഫോൺ, അങ്ങനെ ഓരോ ഘട്ടമായിട്ട് ഇവിടെ ജിയോ വന്ന് വലിയ മാറ്റം, ആ ഫോൺ വന്ന് അതൊക്കെ ഫ്രീ ആയിട്ട് വരിക. അങ്ങനെ അതിന്റെ വലിയൊരു ദീർഘവീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് ഈ ഗൂഗിൾ പേ മാറ്റുന്നില്ലേ. അപ്പൊ ഇതൊക്കെ നടപ്പിലാക്കിയ ഒരു നരേന്ദ്രമോദിയോട് ആരാധന അല്ലെങ്കിൽ ഒരു ഫാൻ അല്ലെ ഒരു പിന്തുണയ്ക്കുക, അത് ചെറിയ കാര്യമാണോ? ലോകത്ത് എവിടെയില്ലാത്തതല്ലേ? അല്ലെ ഇവിടെ മാത്രം അപ്പുറത്തെ രാജ്യത്തുണ്ട്, അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തെ രാജ്യം. ഓക്കെ, അപ്പൊ പ്രത്യേകിച്ച് കൈയടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. പക്ഷെ ഇത് ലോകത്ത് ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു ദീർഘവീക്ഷണമില്ലാത്ത
ഒരു പ്രധാനമന്ത്രിക്ക് ഇത് നടക്കൂല. ദീർഘവീക്ഷണമുള്ള ഒരു നേതാവിനെ ഇത്രത്തോളം വളർച്ച ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു പദ്ധതിയല്ല, ഇത് ഞാനൊരു ഉദാഹരണം മാത്രമാണ്. ഇതൊരു പദ്ധതി, ഇത്തരം ഒരുപാട് പദ്ധതികളുണ്ട്. അപ്പൊ നമ്മൾക്ക് സ്വാഭാവികമായിട്ട് ഇപ്പോ ഒരു യുവാവ് എന്ന നിലയ്ക്ക് രാജ്യത്തിൽ രാഹുൽ ഗാന്ധി ഒരു ഭാഗത്ത് എന്താ ചെയ്തത്, എന്ത് അഡ്രസ്സാ ഉള്ളത്? ഒരു കുടുംബത്തിൽ ജനിച്ചതിൽ അപ്പുറം രാഹുൽ ഗാന്ധിക്ക് നിങ്ങൾക്കറിയാം എന്തെങ്കിലും ഒരു എന്ത് അഡ്രസ്സാ ഉള്ളത്? ഞാൻ ഒരു യുവാവ് എന്ന നിലയ്ക്ക് ഞാൻ എന്തിന് രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കണം? സിമ്പിൾ ചോദ്യത്തിന് ഒരു ഉത്തരല്ല. എന്ത് ടൂർ പോകുന്നത് കണ്ടിട്ടോ പിന്തുണയ്ക്കണ്ടേ? എന്ത് കാണണോ? ഒരു കുടുംബ, ഒരു ജനാധിപത്യ രാജ്യത്ത് ഈ രാജകുടുംബ സിസ്റ്റം പോലെ ഒരു കുടുംബത്തിൽ ഇല്ല. അവിടെ സാധാരണക്കാർ ഇപ്പൊ നമ്മളൊക്കെ എങ്ങനെയാണോ ജനിച്ച് വളരുന്നത് അങ്ങനെയല്ല. നമുക്ക് മോദിനെ നോക്കുമ്പോൾ നമ്മൾ സാധാരണ കുടുംബം, ഞാനൊക്കെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച, അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് റോൾ മോഡൽ ആക്കാൻ പറ്റും. നമുക്ക് അത് രാജ്യത്തിന് വേണ്ടി, രാജ്യം എന്നാണ് ഏറ്റവും വലുത്, അത് കഴിഞ്ഞിട്ട് മാറ്റം എന്തുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക്, ഞാനൊക്കെ ചെറുപ്പം മുതലേ രാജ്യം ഈ ഒരു സ്നേഹമൊക്കെ ഉള്ള ഒരാളാണ്. ഇങ്ങനെ ആ ഒരു വളർന്നു വന്നതൊക്കെ ആ രീതിയിലാണ്. സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദിയോടല്ലാതെ മറ്റാരോട് എന്നുള്ളൊരു ചോദ്യമില്ല. ആ ഒരു രീതിയിലാണ് നമ്മള് പിന്നെ എന്റെ വലിയ സംശയമുണ്ട്, അതായത് എന്തുകൊണ്ടാണ് ഇവിടെ മാധ്യമങ്ങൾ ഇങ്ങനെ എതിർക്കുന്നതെന്ന്. ഒരു കുറ്റം പറയുമ്പോൾ ഇവിടെ വലിയ രീതിയിൽ പറയുന്നതാണ് ഇവിടെ മുസ്ലിംസിന്റെ പ്രശ്നമാണ്, മറ്റവർക്ക് ഇവിടെ എന്ത് പ്രശ്നം? ഇതൊക്കെ പറയാൻ പോലും സ്വാതന്ത്ര്യമുള്ള നരേന്ദ്രമോദിന്റെ രാജ്യത്തല്ലേ, നരേന്ദ്രമോദി ഭരിക്കുന്ന രാജ്യത്തല്ലല്ലോ. ഈ പറയുന്ന മാധ്യമങ്ങൾ ഇവരൊക്കെ പിന്തുണയ്ക്കുന്ന ആരാ? ഏതോ തീവ്രവാദ ടൈപ്പ് രാജ്യങ്ങൾ, ഏതാന്ന് പോലും രാജ്യമായിട്ടുണ്ടോ അറിയില്ല. അങ്ങനത്തെ സ്ഥലങ്ങൾ ഫുള്ള് കലപ്പ, ബംഗ്ലാദേശോ ഇറാനോ, ഇവിടെയൊക്കെ സമാധാനം ഉണ്ടോ? ഇറാനിലോ എവിടെ? പക്ഷെ മോദി ഭരിക്കുന്ന ഇന്ത്യയിൽ ഇവിടെ മുസൽമാന് വളരെ സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇവിടെ സംസാരിക്കുക, ഞാനൊരു മുസൽമാനാണ്, എവിടെ നിന്ന് സംസാരിക്കുക സ്വാതന്ത്ര്യത്തിൽ. ഇത് മോദിക്കെതിരെ എവിടെ നിന്ന് പറയാം? ഇതിനൊക്കെ പോട്ടെ, ഗൾഫ് രാജ്യങ്ങളിൽ മോദിക്ക് ഈ പറഞ്ഞ രാജാവിനെതിരെ ഇവർക്ക് എന്തോ പറയാൻ പറ്റുമോ? എവിടെയും പറ്റൂല. ചൈനയെ പറ്റൂല, ഇതൊന്നും പറ്റും. പക്ഷെ ഇവിടെ എല്ലാം പറ്റുന്നു. അതായത് ഇപ്പൊ മീഡിയ വണ്ട് സ്ഥിരം പറയുന്നതാണ്, ഈ ടീം സ്ഥിരമായിട്ട് പറയും ഇവിടെ ഒരു അങ്ങനാണ് ഇങ്ങനാണ്. ഇത് ഇവർ ആരാധിക്കുന്ന ഈ ഗൾഫ് രാജ്യത്തെ എവിടെങ്കിലും ഒന്ന് പോയിട്ട് ഇരുന്ന് പറഞ്ഞാൽ ഉടൽമ തല ഉണ്ടാവില്ല. ഇവിടെ അതൊക്കെ ഉണ്ട്. ഇവിടെ എല്ലാ സ്വാതന്ത്ര്യം ഉണ്ട്, ഇവിടെ ജനാധിപത്യം. ഇപ്പൊ ഞാൻ പള്ളിയിൽ പോണ്ടെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. എനിക്ക് എപ്പോ ആണെങ്കിലും പോവാം. ഞാൻ തിരിച്ചു ഇതിനെന്ത് മോദിനെന്ത് പറയാ ഇവിടെ പ്രശ്നമാണോ എന്ന് പറയും. നമുക്ക് ആരാധനയായിട്ട് പോവാ, ഒരു പ്രശ്നമില്ല. ഇവിടെ എല്ലാ സ്വാതന്ത്ര്യം ഉണ്ട്. നമ്മൾ ഈ സംസാരിക്കും, മോദിനെ എതിർക്കാൻ പോലും എല്ലാ സ്വാതന്ത്ര്യവും ഇല്ലേ. അത്തരം ഒരാളെ ഈ പിന്തുണയ്ക്കാന്നല്ലാതെ ഇതൊന്നും അല്ലാത്ത ഏതോ ബാക്കി ആര് എന്നുള്ളൊരു ചോദ്യം, ഈ നരേന്ദ്രമോദിക്ക് പകരം ആര് എന്നുള്ളൊരു ചോദ്യം ഒരാൾ ചോദിച്ചാൽ ആരുമില്ല. രാജ്യത്ത് മറ്റൊരാളില്ല പകരം വെക്കാൻ. ആ ഒരു തർക്കമില്ലാത്ത വിഷയമാണത്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ആ ഒരു ശരി മാധ്യമങ്ങളൊക്കെ മറച്ചു പിടിക്കുന്നത്. നമ്മൾ അതാണ് ശരി. അല്ലെങ്കിൽ സത്യത്തിന്റെ കൂടെ എല്ലാ കാലത്തും കുറെ ആളൊന്നും ഉണ്ടാവില്ല. അത് തിരിച്ചറിയുന്ന കുറച്ച് ആളുകൾ നമ്മളെ കേരളത്തിൽ എടുത്തു നോക്കിയാൽ നമ്മളത് ആത്മാർത്ഥമായിട്ട് പറയും. ഞാൻ പറയുന്ന ഓരോ കാര്യവും നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്യാറുണ്ട്. അത്ര ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ടാണ് നമ്മൾ ചെയ്തു പോകുന്നത്. ഇപ്പോ പറഞ്ഞല്ലോ മീഡിയ വണ്ണിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇപ്പൊ നമുക്കറിയാം മീഡിയ വൺ ഇന്ന് കേരളത്തിൽ ഉണ്ടെങ്കിൽ അത് മോദി സർക്കാർ ഉള്ളത് കൊണ്ടാണ്. മറ്റു രാജ്യങ്ങളിൽ ഉണ്ടാകുമോ അങ്ങനെയാണെങ്കിൽ? ഇവരെ ഏറ്റവും ആരാധനാ രാജ്യം എന്ന് പറയുന്നത് ഖത്തറാണ്. ഇവരെ ഏറ്റവും വലിയ ഇവരെ മെയിൻ പത്രമൊക്കെ ഈ ഖത്തർ ബേസ് ആണല്ലോ. ഈ ഖത്തറിൽ പോയിട്ട് രാജാവിനെതിരെ മോദിക്കെതിരെ പറഞ്ഞോട് പറഞ്ഞാൽ മതി, അധികം ഒന്നും പറയണ്ട. മോദിക്കെതിരെ പറഞ്ഞത് കുറച്ച് പറഞ്ഞല്ലോ. ഇവര് പോയിട്ട് ഖത്തറിൽ പോയിട്ട് എവിടെയെങ്കിലും ഒന്ന് ഇരുന്നിട്ടൊന്ന് പറയട്ടെ, എന്നിട്ട് പിറ്റേന്ന് നമ്മൾ അവർക്ക് മെഡൽ കൊടുത്തേക്കാം. അത് പറഞ്ഞിട്ട് അവർക്ക് ജീവൻ നമ്മൾ അങ്ങ് ആദരിക്കുമല്ല. അതിനപ്പുറമൊന്നുമില്ല. അതായത് ഈ പബ്ബൽ ആരാധിക്കുന്ന ഒരു സമയത്ത് കണ്ടിട്ടുണ്ട് ഈ മൗദൂദിയ അടുപ്പ് കൂട്ടി ചർച്ചയിൽ ഒരു പ്രാവശ്യം ഇറാനിൽ ജനാധിപത്യം ഉണ്ട് നോക്കുക. അഞ്ചാത് മൊണ്ണകളാണ് ഈ പറഞ്ഞ അവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവര് പറയുന്നതൊക്കെ നേരെ തിരിച്ചാണ് ശരി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഇതൊന്നും പറയാൻ എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ നാട്ടില്, ഇത് പറഞ്ഞു വെക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇതിന് പിന്നിൽ കേൾക്കേണ്ടി വരുന്ന കുറെ കൊലവിളികളുണ്ട്. അത് എനിക്ക് തോന്നുന്നു സാധാരണക്കാരുടെ രോഷമാണ് എന്നൊക്കെ പറയാം. എങ്ങനെയാണ് അപ്പൊ അതിനെ നേരിടുന്നത്? അല്ല, സാധാരണക്കാർ നമ്മളോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നില്ല. ഈ ജിഹാദി ടൈപ്പ്, സുഡാപ്പി ടൈപ്പ് കുറെ ആളുകളുണ്ട് ഇവിടെ. തീവ്ര ചിന്ത ഉള്ള കുറെ ആളുകളുണ്ട്. നമ്മളൊരിക്കലും സാധാരണ മുസ്ലിങ്ങൾക്കോ ആർക്കും എതിരല്ല. നമ്മളിവിടെ ഈ രാജ്യമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾക്ക് സമാധാനമുള്ള ഒരു രാജ്യം. അതായത് നരേന്ദ്രമോദി ഭരിക്കുന്ന രാജ്യമാണ് ലോകത്ത് മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ സമാധാനത്തിൽ ജീവിക്കുന്നത്.
ഇത് പറയുമ്പോൾ ചില ആളുകൾ പറയും, ഓ ഗൾഫ് ഉണ്ട്. ഗൾഫ് ഒന്നുമില്ല. ഗൾഫ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഇറാൻ നേരെ ആക്രമണം നടത്തി ഗൾഫിലേക്കാ, സകല ആക്രമണം നടത്തി ഗൾഫിലേക്കാ. ഗൾഫിലുള്ള നമ്മളുമായി ബന്ധപ്പെട്ട ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടല്ലോ, നമ്മളൊക്കെ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട് ഗൾഫിലൊക്കെ, ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളുമായിട്ട് കോൾ ചെയ്യുന്ന, നമ്മളുമായിട്ട് മെസ്സേജ് അയക്കുന്ന ആളുണ്ട്. വളരെ വലിയ ഭയത്തോടു കൂടിയാണ് അവരൊക്കെ തന്നെ അവിടെ നിൽക്കുകയും പോവുകയൊക്കെ ചെയ്ത്. ആ സമയത്ത് ഇവിടെ റമദാൻ മാസം, അതായത് മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പുണ്യമായിട്ട് പോകുന്ന ഒരു സമയം, ഇവിടെ സമാധാനത്തിൽ ആരാധന നടത്തുകയാണ്. പെരുന്നാൾ വന്ന് സന്തോഷത്തിൽ ആരാധന നടത്തുകയാണ്. അതേസമയം ഈ പറഞ്ഞ ഗൾഫ് രാജ്യങ്ങളിലോ, ഇറാനിലോ, ബംഗ്ലാദേശിലോ, പാകിസ്ഥാനിലോ, ഇറാഖിലോ, ഇറാനിലോ, സിറിയയിലോ എവിടെങ്കിലും സമാധാനം ഉണ്ടോ? മോദി ഭരിക്കുന്ന ഇന്ത്യ തന്നെയാണ് മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ സമാധാനത്തിൽ ജീവിക്കുന്നത്, ആരാധനയോട് കൂടിയിട്ട്. അതായത് ഇവിടെ എന്ത് ആരാധന അവർക്ക് നടത്താം, മറ്റൊരാൾക്ക് ഉപദ്രവമില്ലാത്ത അങ്ങനത്തെ ഒരു രാജ്യത്ത് നിന്നിട്ട് എന്തിനാണ് ഇവിടുത്തെ ഭരണകൂടത്തിന്? അപ്പൊ നമ്മൾ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാം. അപ്പൊ ഇത് പറഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാല്, സാധാരണ മുസ്ലിങ്ങൾക്കൊക്കെ ഇത് മനസ്സിലാവും. അപ്പൊ ഫസൽ പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ മോദിക്ക് അനുകൂലമാവും ഇവിടെ ഒരുപാട് ആളുകൾ. ഇത് ഇവിടെ സുഡാപ്പികൾക്ക്, ജിഹാദികൾക്ക്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് പോലുള്ള പാർട്ടിക്ക് ഒന്നും ഇങ്ങോട്ട് ദഹിക്കൂല. കാരണം എന്താ, ഇവരെ വോട്ട് ബാങ്ക് തന്നെ ഇവിടെയുള്ള സാധാരണ മുസ്ലിങ്ങളെ പറ്റിച്ച് ഭയപ്പെടുത്തിയുള്ളതാണ്. ഇവരെല്ലാ കാലത്തും എന്താ പറയുന്നത്, മോദി അങ്ങനെ ഭയപ്പെടും. അല്ലാതെ ഞങ്ങൾ ഇവിടെ റോഡ് ഉണ്ടാക്കി, ഞങ്ങൾ ഇവിടെ എയർപോർട്ട് ഉണ്ടാക്കി, ഞങ്ങൾ ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി എന്ന് ആരും പറയുന്നില്ല. ഇത് മോദി എന്തോ, BJP എന്തോ, ഇത് മാത്രമാണ്. അപ്പൊ നമ്മൾ ഇത് ശരി ഇതല്ല എന്ന് പറഞ്ഞ് കൃത്യമായി തെളിവ് സഹിതം നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പൊ ഗൾഫ് കാര്യം പറയുമ്പോൾ നമ്മൾ തെളിവ് നിരത്തുക. അപ്പൊ നമ്മൾ ഇങ്ങനെ തെളിവ് നിരത്തുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കുക, ഇവരെ പൊളിറ്റിക്കലി ഇവരെ പിന്തുണയ്ക്കുന്നവർ ഇല്ലാതാവും. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവരെയൊക്കെ പിന്തുണയ്ക്കുന്ന തീവ്ര ആളുകൾ നമ്മളെ കൊലവിളി നിർത്തുന്നത്. എന്നെയൊക്കെ ഫോൺ ചെയ്തിട്ട് കൊല ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്, എന്റെ വീട് അറിയാന്ന് പറഞ്ഞ് വിളിക്കുന്ന ആളുണ്ട്. ഇപ്പോഴും ഇൻസ്റ്റഗ്രാം എടുത്ത് നോക്കിയാൽ ഈ അടുത്തുണ്ട്, എന്റെ നാടറിയാം, എന്റെ വെല്ലുമ്മന്റെ സ്ഥലം അറിയാം, എന്റെ തറവാടറിയാം, വെല്ലുപ്പേടാന്നറിയാം. ഇതൊക്കെ എനിക്ക് മെസ്സേജ് അയക്കുക ആളുകൾ. ഈ അടുത്ത് എന്റെ വീട്ടിലേക്ക് വരാൻ, അങ്ങനെ പല കോളുകൾ. ഇപ്പൊ ഞാൻ ഇന്ന് യാത്ര ചെയ്ത് വരുമ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ താമസിക്കുന്ന വീടിന്റെ മുമ്പിൽ ടാപ്പൊക്കെ തുറന്നിട്ടിട്ടുണ്ട്. നമ്മൾ രാവിലെ എഴുന്നേറ്റൊക്കെ ടാപ്പ് തുറന്നിട്ടുണ്ട്. അങ്ങനെ പല ഇഷ്യൂസുകളുണ്ട്. ഇപ്പൊ നമ്മളെ വണ്ടിക്ക് വര വന്നിട്ടുണ്ട്. ഇതൊന്നും നമ്മളെവിടെയും പരസ്യമാക്കി, ഞാൻ ഇന്നേ വരെ ഫേസ്ബുക്കിൽ പോലും ഒന്നും പോസ്റ്റ് ചെയ്തില്ല. ഇങ്ങനെ ഒരു വര വന്നിക്കുന്ന വണ്ടിക്ക് താക്കോലോണ്ട് വരച്ചതുപോലെയാണുള്ളത്, ഒരു 4 ചെറിയൊരു വര. അപ്പൊ ആ വര വെറുതെ വന്നല്ല, ഡോർമൽ വര വേണം ഒന്ന്, മനസ്സിലായി. അപ്പൊ ഇങ്ങനെ ഒരുപാട് ആൾ നമ്മളെ എനിക്ക് തോന്നുന്നു, ഞാൻ യൂട്യൂബ് ചാനലിൽ തന്നെ ഒരുപാട് തവണ റെക്കോർഡുകളൊക്കെ വിടാറുണ്ട്. ഇങ്ങനെ നമ്മളെ ഭീഷണിപ്പെടുത്തിയ ഒരുപാട് കോളുകൾ. അങ്ങനെ ഇഷ്ടം പോലെ. നമ്മളിതൊന്നും മൈൻഡ് വെക്കുന്നൊന്നുമില്ല. ഈ പട്ടികൾ കുരക്കട്ടെ, ജൈത്രയാത്ര മുന്നോട്ട് എന്ന് പറയുമ്പോൾ ഞാനിതൊക്കെ ഇങ്ങനെയാണ് കാണുന്നത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവരൊക്കെ ഏത് സമയത്താ പൊട്ടിത്തെറിക്കാൻ അറിയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും. കാരണം ഇവരെ ഈ കാലാകാലങ്ങളായിട്ട് ഇവർ ഉയർത്തിപ്പിടിച്ച കള്ളങ്ങളാണ് നമ്മൾ പൊളിക്കുന്നത്. ഇപ്പൊ മുസ്ലിം ലീഗ് ഒക്കെ തന്നെ മതം വിറ്റ് അധികാരത്തിലേക്ക് ജീവിക്കുന്നവരാണ്, മതത്തിന്റെ പാർട്ടി. എന്നിട്ട് ഇവരാണ് മതേതരൻ. അപ്പൊ ഇത് ഊളത്തരാന്ന് നമ്മൾ പറയുമ്പോ ഇത്തരം ആളുകളൊക്കെ നമ്മളെ ലക്ഷ്യം വെക്കുന്നുണ്ട്. നമ്മളിവിടെ സത്യം പറയുന്നത്. സത്യം പറയാത്ത ഒരാളെ പിന്നാലെ ആരോ വരും, ഞാൻ മനസ്സിലാക്കുന്നില്ല. എന്തെങ്കിലും കള്ളം പറയുന്ന ഒരാളെ പിന്നാലെ ആരും വിരിയുന്നില്ല. നമ്മൾ സത്യം പറയുന്നു, അത് ആളുകൾക്ക് കൊള്ളുന്നു എന്ന് അറിയുന്നതുകൊണ്ട് അത്തരം ആളുകൾ ഇപ്പം ഭീഷണി ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഞാനിപ്പോ അതിനെ കുറിച്ച് പോസ്റ്റ് ഇടാറോ സോഷ്യൽ മീഡിയയിലോ പരസ്യപ്പെടുത്താറില്ല. ഇപ്പൊ ഒരു സ്ഥിരം ആയിക്കഴിഞ്ഞാൽ നമുക്കിത് ഇത് ആദ്യഘട്ടത്തിൽ ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ മനുഷ്യന്മാരെ കൊല്ലുന്ന പറഞ്ഞ പേടിയുണ്ടാവില്ലേ, ജീവിക്കാതുള്ള ഒരു സംഭവമല്ലേ. അപ്പൊ ഭയം ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ. പിന്നെ അത് മനസ്സിലായി, ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്യും, എന്ത് ചെയ്താലും ഞാൻ പറയേണ്ടി പറഞ്ഞു പോകുന്നുള്ളൂ. അപ്പൊ പനി വന്നാലും മരണപ്പെടും, എന്തെങ്കിലും പറഞ്ഞിട്ട് മരണപ്പെടുന്നല്ല നല്ലേ. അപ്പൊ അതുകൊണ്ട് ഞാനിത് പറഞ്ഞങ്ങനെ മുന്നോട്ട് പോകുന്നു. ഈ വീഡിയോ ചെയ്യാനൊക്കെ തുടങ്ങാം, അല്ലെങ്കിൽ ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നരേന്ദ്രമോദിയോട് അല്ലെങ്കിൽ BJPയോട് സ്നേഹം തോന്നുന്നു, അല്ലെങ്കിൽ തന്റെ നിലപാടുകൾ ഇങ്ങനെ പുറത്തേക്ക് വിളിച്ചു പറയണം, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എപ്പോഴാണ് എത്തിയത്? ഞാൻ കോൺഗ്രസിൽ പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ മത്സരിച്ചിട്ടുണ്ട്. 25 വയസ്സിൽ കഴിഞ്ഞ സമയത്തൊക്കെ മത്സരിച്ചിരുന്നു. ഇലക്ഷനൊക്കെ കഴിഞ്ഞ സമയത്ത് പിന്നെ ആണ് 2023 ഈ ഇസ്രായേൽ വാറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇസ്രായേലിന്റെ എതിരെ ഹമാസ് ഭീകര സംഘടന ആക്രമണമൊക്കെ നടത്തി. ഈ സമയത്താണ് നമ്മൾ ചാനലുണ്ട്, നമ്മൾ പൊതു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവാ. ആ സമയത്താണ് ഹമാസ് എന്നത് ഒരു ഭീകര സംഘടന എന്നുള്ളതും അത് ലോകത്തിന്റെ നാശാണെന്നുള്ളത് നമ്മൾ തുറന്ന് പറയൽ തുടങ്ങി. അപ്പം തന്നെ കോൺഗ്രസിന് പ്രശ്നമായി, വലിയ രീതിയിൽ പ്രശ്നങ്ങളായി. പിന്നെ നമ്മൾ ഇല്ല, നമ്മൾ അതിലേക്കൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വമേധയാ, നമ്മൾ ആരോടും തർക്കിക്കാനോ ഒന്നിനും നിന്നില്ല. നമ്മൾ സ്വമേധയാ മാറി നമ്മൾ സ്വയം ഈ ഹമാസ് എന്നത് ഭീകര സംഘടന എന്ന് തുറന്ന് പറഞ്ഞ്
അങ്ങനെ 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 ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ വീഡിയോകളൊക്കെ ചെയ്തു വരുന്നത്. ഹമാസിനെ അനുകൂലിക്കുക, നമ്മുടെ രാജ്യത്തിന് പ്രശ്നമാണ്, ഈ രാജ്യത്തിന് അനുകൂലമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സംഘിവിളി വന്നിട്ടുണ്ട്. അതായത് നമ്മൾ പ്രത്യേകം ഓർക്കണം, ഈ ഇവിടെ BJP പൊളിറ്റിക്സോ ഇതൊന്നും അല്ല പറഞ്ഞു. ഹമാസ് എന്നത് ഒരു ഭീകര സംഘടനയാണ്, അതിനൊരിക്കലും അംഗീകരിക്കാൻ പറ്റൂല. ഇസ്രായേലിലും പലസ്തീനിലും സാധാരണക്കാർക്ക് സമാധാനം ഉണ്ടാവണം, സാധാരണക്കാർക്ക്. അത് തന്നെയാണ് നരേന്ദ്രമോദി നമ്മുടെ ഭാരതമൊക്കെ ഉയർത്തിപ്പിടിക്കുന്നത്. ഞാൻ അത് മാത്രമേ പറഞ്ഞുള്ളൂ. 2, പക്ഷെ ഹമാസിനെ അനുകൂലിക്കാത്തതിന് വലിയ പ്രശ്നം. അങ്ങനെ ഭീഷണിപ്പെടുത്തിയ കുറെ കോളുകളുണ്ട്, നമ്മുടെ ചാനലിൽ നോക്കിയാൽ കാണാം. റെക്കോർഡ് സഹിതം നമ്മൾ തെളിവ് സഹിതം ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതൊക്കെ പറഞ്ഞു തരുമ്പോൾ ഇത് പറഞ്ഞാൽ നമ്മളങ്ങ് ഇല്ലാതെയാക്കുന്നൊക്കെ പറയൽ തുടങ്ങി. സ്വാഭാവികമായിട്ടും അങ്ങനെ വെറുതെ അങ്ങ് ഇല്ലാണ്ടാക്കാൻ പറ്റും നമ്മൾ? അതില്ല. നമ്മൾ തിരിച്ചു നിന്ന് നമ്മൾ സത്യം പറയണം, നമ്മളെ ഇത് പറയാനുള്ളൂ എന്നുള്ള. അപ്പൊ ഞാൻ കുറെ ചാനൽ നോക്കി, ആ സമയത്ത് നമ്മൾ എല്ലാ ചാനലുകളും നോക്കി. എവിടെയും ഈ ഹമാസ് ഭീകര സംഘടന എന്ന് പറയാൻ പോലും മാധ്യമ പ്രവർത്തകർക്ക് ഭയം, പേടി. അതെന്ത് പേടിയാന്നുള്ള ചോദ്യമില്ലേ? അപ്പൊ നമ്മൾ ശക്തമായിട്ട് ആ സമയത്തൊക്കെ ഹമാസിനെതിരെ സംസാരിച്ച്, അതിനു മുമ്പ് തന്നെ നരേന്ദ്രമോദിയൊക്കെ ആയി ബന്ധപ്പെട്ട് ആ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു രാജ്യത്ത് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നുണ്ട്, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഘട്ടമായപ്പോ നമ്മൾ ശക്തമായിട്ട് വാദിച്ച് നരേന്ദ്രമോദിയും നമ്മൾ തിരിച്ചറിയാണ് നമ്മുടെ രാജ്യം നിലനിൽക്കണമെങ്കിൽ ഈ സംവിധാനം ഉണ്ടെങ്കിലേ നടക്കുന്നുള്ളൂ. കാരണം കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പലസ്തീൻ ബാഗും തോളിലിട്ടുകാന് പാർലമെന്റിലേക്ക് പോകുന്ന ഒരു നേതാവാണ് പ്രിയങ്ക ഗാന്ധി. ഈ രാഹുൽ ഗാന്ധി ഗാസ മാത്രമേ, പലസ്തീൻ മാത്രമേ കാണുന്നുള്ളൂ. എങ്ങനെയാണ് ഒരു മനുഷ്യത്തുള്ള ഒരാൾക്ക് ഈ ഒരു മതവുമായി ബന്ധപ്പെട്ട് ആ സ്ഥലത്ത് മാത്രം മനുഷ്യത്വം തോന്നുക? അത് ശരിയില്ലല്ലോ. നമ്മൾ മനുഷ്യരാവുന്ന എപ്പോഴാ? നമ്മളെല്ലാരും എല്ലാരും ഒരുപോലെ കണ്ട്. ഇവരങ്ങനല്ല, ഇവിടെയുള്ള കോൺഗ്രസ് അങ്ങനല്ല, ഇവിടെയുള്ള CPM അങ്ങനല്ല, ഇവിടെയുള്ള മുസ്ലിം ലീഗിനെ പറയും വേണ്ട, അതൊരു മത പാർട്ടിയാണ്, വർഗീയ പാർട്ടിയാണ്, അത് അങ്ങനെ നിൽക്കട്ടെ. ഈ പറഞ്ഞ CPM-ഉം ഈ പറഞ്ഞ കോൺഗ്രസും മതേതരത്വം പറയുന്നുണ്ടെങ്കിലും ഇവരും ഈ പറയുന്ന പലസ്തീന്റെ കൂടെ. ഇങ്ങനെ ഇസ്രായേലിലെ മക്കള് ജനിക്കുമ്പോൾ തന്നെ ഇവർ പറഞ്ഞ പോലെ എന്തെങ്കിലും ഇല്ല. എല്ലായിടത്തും മക്കളാണ്, മക്കൾക്ക് ആർക്കൊന്നും പറ്റരുത്. നമ്മളെ നിലപാട് പലസ്തീനിലും പറ്റരുത്, ഇസ്രായേലിലും പറ്റരുത്. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ഹമാസ് എന്ന ഭീകര സംഘടന. ഈ ഭീകര സംഘടന ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ സമാധാനമില്ല. 2023 മുതൽ ഈ യുദ്ധമൊക്കെ നടത്തിയിട്ട് എന്ത് നേടിയ ഹമാസ്? ഏറ്റവും അവസാനത്തുള്ള ആള് വരെ പടായില്ലേ, ആരുമില്ലപ്പോ എന്നാലും എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. എന്നിട്ടും ഇവിടെ എന്തോ ഹമാസ് ജയിച്ച്, ഹിസ്ബുള്ള ജയിച്ചു. ഇവരൊക്കെ എന്തിനത് പറയാണ്? ഒരു ഇന്ത്യയിൽ ജീവിക്കും, നമ്മുടെ ഭാരതത്ത് ജീവിക്കുന്ന ആളുകൾ എന്തിനാ ഹിസ്ബുള്ള ജയിച്ചാലും മറ്റൊരു എന്തിനാഘോഷിക്കും? എന്തിനു വേണ്ടിയിട്ട് ആഘോഷിക്കും? ഹമാസിന്റെ നേതാക്കൾ ഇവിടെ അടുത്ത് കരിപ്പൂർ എയർപോർട്ടിലേക്ക് മോദിക്കെതിരെയുള്ള മാർച്ചിൽ വരെ ഉണ്ട് ഇത്തരം ഹമാസിന്റെ മേധാവി. ഈ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറഞ്ഞിട്ടൊരു ഭീകരവാദ സംഘടന ഉണ്ടല്ലോ, ഇതിന്റെ ഈ പറഞ്ഞ ഇങ്ങനത്തെ കുറെ ആളുകൾ, അവരെയൊക്കെ നേതാക്കന്മാരെ പൊക്കി. ഇതൊക്കെ എന്തിനാ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നത്? ഇതൊക്കെ എന്തിനാണ് മുസ്ലിം ജമാഅത്തെ ഇസ്ലാമിനെ ഇപ്പൊ മതേതരത്വം ആക്കിയത് അറിയാലോ? ഇവരൊക്കെ കോൺഗ്രസ് ആണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് മതേതരത്വം. ഇവരെല്ലാവരും മതേതരാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമായിട്ട് നമുക്ക്. അപ്പൊ നമ്മൾ തിരിച്ചറിയാണ് ഇവിടെ നരേന്ദ്രമോദി സംവിധാനം, ഈ സംവിധാനം ഇല്ലെങ്കിൽ ഈ രാജ്യം ഇല്ലാതെയാവും തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളത്രയും ശക്തമായിട്ട് വാദിച്ച് രംഗത്ത് നിന്ന്. അപ്പൊ എനിക്കൊരു സ്ഥലത്ത് ഒരു മെമ്പർഷിപ്പും ഇല്ല, എനിക്ക് ഒരു പാർട്ടിയിലേക്ക് മെമ്പർഷിപ്പോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഈ രാജ്യം നിലനിൽക്കണം എന്നുള്ളത് നമ്മൾ അതിയായ ആഗ്രഹം. ഇത് ചുമരുണ്ടെങ്കിലല്ലേ ചിത്രം വരയ്ക്കുക എന്നുള്ള ചോദ്യം. നമുക്കിത് ഉണ്ടെങ്കിലല്ലേ, നിങ്ങൾ മോദിന് എന്തെങ്കിലും പറഞ്ഞോളി, പ്രശ്നമില്ലാന്നാ എന്നത് പ്രതിഷേധം ഒന്നും. പക്ഷെ ഈ രാജ്യം ഇല്ലാതാക്കാൻ നമ്മൾ ഒരിക്കലും അതിനൊരു മാധ്യമ പ്രവർത്തകർ കൂട്ടുപോലും നിൽക്കരുത്. നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ ഇവിടെ പലസ്തീൻ അനുകൂല, ജമാഅത്തെ ഇസ്ലാം, ഇത് എത്ര വലിയ അപകടമാണെന്നറിയോ? ഈ രാജ്യത്തെ പ്രശ്നങ്ങൾ ഇവിടെ ചർച്ച ചെയ്യട്ടെ, രാഹുൽ ഗാന്ധിനെ അനുകൂലിക്കട്ടെ, ആളുകൾ ജനാധിപത്യപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് വരട്ടെ, പ്രശ്നമൊന്നുമില്ല, വാക്കാലല്ലേ, മറ്റാളുകൾക്ക് ഉപദ്രവമില്ലാത്ത, വ്യക്തിഹത്യകളില്ലാത്ത ചർച്ചകൾ നടക്കട്ടെ. ഇവിടെ എന്താ നടക്കുന്നത്? പലസ്തീനെ പൊക്കി പിടിച്ച് വലിയ ഈ മുസ്ലിം ലീഗ് എത്ര തെണ്ടിത്തരാന്നറിയ ഇവിടെ ചെയ്ത്. ഇവിടെ പലസ്തീൻ റാലി നടത്തിയ ഈ കോഴിക്കോട്ട് അങ്ങാടിയിൽ, ഇത് ലോകത്തിൽ ഏറ്റവും വലിയ, അതെന്ത് വലിയ വർഗീയത! ഇത് കാണുന്ന ഒരു ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ചിന്തിക്കൂല ഇത് മുസ്ലിം ആയിട്ട് ഇവർ ഇങ്ങനെ നടത്തുന്നത് ശരിയല്ല, ഭയം വരും. ഒരു ശരാശരി ഒരു സാധാരണ ഹിന്ദുവിന്റെ ഉള്ളിൽ, ഒരു ക്രിസ്ത്യന്റെ ഉള്ളിൽ ഭയം വരും. 100% ഉറപ്പല്ലേ? മുസ്ലിമിന് ലോകത്ത് ഏതോ ഒരു കോണിൽ എന്തോ ഒരു പ്രശ്നം വന്നപ്പോൾ ഇവിടെ തെരുവിലിറങ്ങുക, അതും എത്ര ലോകത്ത് ഏറ്റവും വലിയ റാലി നടത്തുക,
അതൊരു ഭയല്ലേ. മറ്റു രാജ്യങ്ങളിലൊന്നും നമുക്ക് ഇത് കാണാൻ പറ്റില്ല. ഇല്ല, എത്ര സ്ഥലങ്ങൾ ഇവിടെ ക്രിസ്ത്യൻ പള്ളികൾ ആക്രമിക്കുന്നില്ല, ഇഷ്ടം പോലെ സ്ഥലത്ത് പല തീവ്രവാദികളും പല ജിഹാദികളും പല സമയങ്ങൾ. ഈ സമയത്ത് തന്നെ നൈജീരിയ, അങ്ങനെ എത്ര രാജ്യക്കാരുണ്ട്. അതിന് ഈ മുസ്ലിം ലീഗ് ഇറങ്ങുന്നൊന്നുമില്ല. മുസ്ലിം ലീഗ് മതം നോക്കി പലസ്തീനുള്ള അതേ മതം ആയതുകൊണ്ട് ഇവിടെ റാലി ഇറക്കുന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെ എങ്ങനെ ഇവിടെ പ്രമുഖ മാധ്യമങ്ങൾ മതേതര സർട്ടിഫിക്കറ്റ്? ഈ മുസ്ലിം ലീഗ് എന്നുള്ള പേര് തന്നെ ശ്രദ്ധിക്കണം, എന്നിട്ടാണ് ഒരു മതേതര. സിമ്പിൾ ആയി ചോദിക്കുക, നാളെ ഒരു ഹിന്ദു ലീഗ്, നാളെ ഒരു ക്രിസ്ത്യൻ ലീഗ് ഇവിടെ ഉണ്ടായ എങ്ങനെ ഉണ്ടാവും? ഇവിടെ എത്ര ആൾ അംഗീകരിക്കും? ഈ പറഞ്ഞ ലീഗിന്റെ ആളുകൾ ചാടി വീഴൂ, പറയും. യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് ഒന്നും ഒരു ഈ പറഞ്ഞ ഒരു മതേതര പാർട്ടിയല്ല. ഒരു തരത്തിൽ അവർക്ക് മതേതരം അവകാശപ്പെടാനില്ല. എന്താ ഇവിടെ 22 MLA ജയിച്ച് ഇല്ലേ? 22 ML. ഇതിൽ എത്ര ഹിന്ദു ഉണ്ട്, എത്ര ക്രിസ്ത്യാനി? 22 ആളെ ഒരു പാർട്ടി ജയിക്കുമ്പോ എന്താ ഒരാളെ ജയിപ്പിക്കൂലേ? ഇവർക്ക് ഏടെ നിന്നാലും ഈ മുസ്ലിം ഭൂരിപക്ഷ സ്ഥലത്ത് തന്നെയാണല്ലോ ഇവർ മത്സരിക്കുന്നത്. അന്നൊരു ഹിന്ദുവിനെ ഒരു ക്രിസ്ത്യാനിനെ ഒരു 25% ഇതൊരു മതേതര രാജ്യവും മതേതര നാടൊക്കാന്നല്ലേ? അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? അപ്പൊ ഒരു 25% ഈ ഒക്കെ പോട്ടെ, ഒരു 5 ആളെങ്കിലും ഒന്ന് ജയിപ്പിച്ചൂടെ ഒരു ഹിന്ദു ആയിട്ട്? മുസ്ലിം ലീഗിന് ആദ്യമായിട്ട് ഒരു വനിതാ MLA ഉണ്ടായത് 2026-ലാണ്. അത് അവരിലുള്ള കുറെ മാറ്റങ്ങളൊക്കെ അവര് ഫൈറ്റ് ചെയ്ത് ആ ഒരു രീതിയിലാണ് സംഭവം. അത് ഈ കാലത്തായി ഇപ്പോഴാണോ ഈ ഒന്നാണോ വേണ്ടിയത്? എത്ര ആളുകൾ ഉണ്ടാവണം? അതിന് എത്ര പേർക്ക് എതിർപ്പുണ്ട്? ഇപ്പഴും വലിയ പ്രശ്നമല്ലേ? ഇപ്പഴും എന്തോ കൊളുത്തിയൊക്കെ പ്രശ്നമാണ് അതായത് ഈ മുസ്ലിം ലീഗ് സ്ത്രീകളൊന്നും ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ കാലത്ത് അത് പറഞ്ഞു പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതിനൊരാളെ നിർത്തി എന്നുള്ളതാണ്. ഒരാളെ എങ്ങനെയെങ്കിലും ഒന്ന് ജയിപ്പിക്കാൻ, ആ പേരൊന്ന് മാറിക്കിട്ടാൻ, അത്രേ ഉള്ളൂ. അല്ലാതെ ഇവര് സ്ത്രീകൾ ഉൾക്കൊള്ളു, എന്താ പകുതി സ്ത്രീകളെ മത്സരിപ്പിച്ചു? ഇതൊക്കെ ചോദ്യമല്ല. ഇവര് ഈ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് എന്താ വെച്ചാൽ ഈ മലബാറിൽ ഇത്ര സ്ഥലത്ത് ഇവർക്ക് ജയിക്കാൻ പറ്റും. അത് ഭൂരിപക്ഷമാണ്. മതം വർഗീയത തന്നെയാണ്, ഒരു തർക്കമില്ലാത്ത വിഷയമാണ്. വർഗീയപരമായിട്ടാണ് വിജയം. ഇന്ന സ്ഥാനാർത്ഥി ഇന്ന ആളെ നിർത്തിയതാക്കുക. മത പാർട്ടി മുസ്ലിം എന്ന് പറഞ്ഞ പേര് മാറ്റിയിട്ട് ലീഗ് ഇവിടെ ഒരു ഉണ്ടേ ചെയ്യില്ല. ആ പേര് പോയാൽ ഒരു പൂജയാണ്, വട്ട പൂജയാണ്, ഒരു തേങ്ങകളൊക്കെ ഉണ്ടാവില്ല. ഈ പേരിട്ട് അതിൽ MLA എന്ന് വലിയ സംഭവമൊന്നുമില്ല. ഈ മുസ്ലിം ലീഗിന് ഒരു MLA കാണുമ്പോൾ നമുക്ക് ഒരു പുച്ഛാ തോന്നുക മതത്തിന്റെ പേരിൽ. ഇത് സ്വാഭാവികമായിട്ട് ഒരു ബുദ്ധിയുള്ള ഒരാള് മുസ്ലിം ലീഗ് MLA ആണ് വെച്ചാൽ ഒരു തട്ടിക്കുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. ഒരു ടീം പാണക്കാട്ടും തീരുമാനിക്കുക, അവർക്ക് ഇഷ്ടപ്പെട്ട അതേ അവസ്ഥയിലാണ് ഇപ്പോ ഇന്നത്തെ UDF സർക്കാരിന്റെ ഒരു അവസ്ഥ. ഇപ്പൊ നമ്മൾ പറയുന്നു VD സതീശൻ മുഖ്യമന്ത്രിയാണ്, കോൺഗ്രസ് ആണ് പ്രധാന കക്ഷി, പക്ഷേ ആരാ ഭരിക്കുന്നത്? അതായത് സിമ്പിൾ ആയിട്ട് ചിന്തിച്ചാൽ മതി. കോൺഗ്രസ് തന്നെ കൃത്യമായിട്ട് പ്രഖ്യാപിച്ചില്ലേ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് MLA പിന്തുണയ്ക്കുന്ന KC വേണുഗോപാലാണ്. അത് പ്രഖ്യാപിച്ച കോൺഗ്രസിന് KC വേണുഗോപാലിന് മുഖ്യമന്ത്രിയാക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ട്? ഒറ്റ കാരണമുള്ള മുസ്ലിം ലീഗിന് വാശിയായിരുന്നു. അതായത് അവിടെ AICC മീറ്റിംഗ് ഒക്കെ നടക്കുമ്പോൾ ഇവിടുന്ന് പത്രസമ്മേളനം വിളിച്ച് പറയല്ലേ, ആ മീറ്റിങ്ങിന് ശേഷം ഞങ്ങൾ നിലപാട് അറിയിക്കും. എന്താ? വളരെ വ്യക്തമാണ്, അത് എതിർത്താണ് ഞങ്ങൾ എതിർക്കുന്നുള്ളത്. മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയുള്ള ആ കൂട്ടുമുന്നണിയാണ് സതീശനൊപ്പം ഇവിടെ മുഖ്യമന്ത്രിയൊക്കെ തർക്കമില്ലാത്ത വിഷയം. അത് അവര് ആ സതീശൻ അങ്ങനെ ഒരു പാവയായി നിൽക്കും എന്നുള്ള ബോധമുള്ളത് കൊണ്ടാണ്. ആണല്ലോ, പാവാണല്ലോ. ഏത് സമയത്താ സതീശൻ? അല്ല, ജമാഅത്തെ ഇസ്ലാമിന് കേരള ചരിത്രത്തിൽ ആരാണ് ഒരു പ്രധാനപ്പെട്ട നേതാവ് മതേതര സർട്ടിഫിക്കറ്റ് എടുത്ത്? അവര് അങ്ങനെയൊന്നും ചെയ്തില്ല എന്ന് ജമാഅത്തെ ഇസ്ലാമിനെ അറിയുന്ന ഒരാൾ തൊട്ടടുത്തല്ലേ ബംഗ്ലാദേശ്, തൊട്ടടുത്തല്ലേ. ന്യൂനപക്ഷങ്ങൾ ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും കൂട്ടക്കൊല ചെയ്യുക ഇതാണ്. അപ്പൊ പറയൂ അവിടുത്തെ ആളല്ല ഇവിടെയെന്ന്. അങ്ങനെ അവരെയൊക്കെ സ്ഥാപക നേതാവ് ഒന്നല്ലേ മൗദൂദി? ഇതൊക്കെ ഒന്നല്ലേ? അതായത് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിന്റെ സ്ഥാപക നേതാവും കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിന്റെ ഒക്കെ സ്ഥാപക നേതാവും ഇതിനാണ്. അതായത് ഈ മുസ്ലിം ലീഗ് മതത്തിന് വേണ്ടിയിട്ട് പോരാട്ടത്തിന്, അല്ലാണ്ട് ജനാധിപത്യം എന്നല്ല പറഞ്ഞത്, പോരാട്ടത്തിന് ഇറങ്ങുന്നതാണ് ഒരു മന്ത്രി പറഞ്ഞ KM ഷാജി. ഈ KM ഷാജിക്ക് ഒരു അപകടമാണ്, വെറുതെ പറയുന്നല്ല, തെളിവുണ്ട്. അതായത് ഈ KM ഷാജി ഈ മതത്തിന് ഇത്രയും പോരാട്ടം എന്നൊക്കെ പറയുമ്പോൾ ഇത് കണ്ട് പുതുതലമുറയിലുള്ള MSF എന്ന് പറയുന്ന മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ ഉണ്ടല്ലോ, വല്ല വിദ്യാർത്ഥി സംഘടന, ഈ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്താക്കും? ഈ ഷാജിനെ പോലെ പറഞ്ഞാലാണ് നാളെ അവിടെ മന്ത്രിയാവാൻ പറ്റുക. ഇവരെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകൾ KM ഷാജിയേക്കാൾ വലിയ വർഗീയവാദിയായിട്ട് വളരും. KM ഷാജിനെ മന്ത്രിയാക്കുന്നതിലൂടെ അവിടെ കേരളത്തിന്റെ അപകടം എന്ന് പറയുന്നതാണ്. ഇവരെക്കാൾ വലിയ
വലിയ അപകടമാണ് കേരളത്തിൽ KM ഷാജിനെ മന്ത്രിയാക്കിയതിലൂടെ സംഭവിക്കുന്നത്. ഇത് പിന്നെ ഞങ്ങൾക്ക് എന്തും ചെയ്യാന്നൊക്കെ ഒരു ധാരണയാണ് ഇപ്പൊ UDF നും മുസ്ലിം ലീഗിനും. അങ്ങനെയൊന്നുമല്ല. ഇടതുപക്ഷത്തിന് വലിച്ചെടുത്ത് ആറ്റിലേക്ക് എറിഞ്ഞിക്കുന്നെങ്കിൽ അതേ ജനത അതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് ഒരു മൂന്നാം മുന്നണിനെ അവിടെ പരീക്ഷിക്കും. അതെ, ജനങ്ങൾ ഇവിടെ നമ്മളിപ്പോ ബംഗാളിൽ ജയിച്ച്, ബംഗാളിലൂടെ ആരെങ്കിലും ജയിക്കുന്ന കരുതിനും ആരെങ്കിലും ഒരാൾ 2016 ടൈമിന് 3 MLA ഉള്ളായിരുന്നു, വെറും 3. ആ 3 208 വന്ന് ഈ ടൈമിലുള്ള അവിടുത്തെ 3 MLA മാരാണ് ഇവിടെ മാറും. ഇവിടെ എന്തുകൊണ്ട് വെച്ചാൽ മുസ്ലിം ലീഗ് മതം വിറ്റ് അധികാരത്തിലേക്ക് എത്താനുള്ള യാഥാർത്ഥ്യം. പാണക്കാട് കുടുംബം അങ്ങ് വലുതാവുക എന്നല്ലാണ്ട് ഇവിടെ സാധാരണ മുസ്ലിമിനൊക്കെ ഇവിടെ എന്തെങ്കിലും മാറ്റമുണ്ടോ? വലിയ മാറ്റങ്ങൾ എന്തെങ്കിലും സംരക്ഷിക്കപ്പെടുന്നുണ്ട്? ഒന്നുമില്ല. ഇവര് ഭയം ഇങ്ങനെ വിതറുക. ഈ മുസ്ലിം ലീഗ് സ്ഥിരമായിട്ട് ഭയം വിതറുക. BJP വന്നാൽ എന്തോ, BJP വന്നാൽ എന്ത് സംഭവിക്കാനാണ്? 2014 മുതൽ രാജ്യം ഭരിക്കുന്ന BJP ആണ്, നരേന്ദ്രമോദിയാണ്, RSS ആണ്, സകല സംവിധാനമാണ്. ഇവിടെ ജനാധിപത്യല്ലേ, മതേതരത്തല്ലേ, ഇവിടെ എല്ലാ സൗകര്യങ്ങളില്ലേ, സുരക്ഷയല്ലേ, സമാധാനല്ലേ, എല്ലാം ഇവിടെ ഉണ്ട്. ഇനി വിൽക്കുന്ന വേണ്ടി ഇതിനെപ്പം എന്താ പറയുന്നത്? എന്ത് ഞാൻ ഇപ്പൊ അടുത്ത ഒരാളോട് ഇങ്ങനെ സംസാരിച്ചൊരു ലീഗുമായി ബന്ധപ്പെട്ട, പേര് പറയുന്നില്ല, ലീഗുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സംസാരിക്കട്ടെ, ഈ നാളെന്തോ സംഭവിക്കുന്നു. ഇപ്പൊ അതാ പുതിയ പ്ലാൻ, അതായത് ലീഗിന്റെ പുതിയ പ്ലാനാണിത്. നാളെ എന്ത് സംഭവിക്കുന്നു? അതായത് ഇന്നൊന്നും സംഭവിക്കില്ല. കഴിഞ്ഞ 3 ടേമായിട്ട് ഒന്നും സംഭവിച്ചില്ല. ഇപ്പം ലീഗൊക്കെ ഇറക്കുന്നതാണ് നാളെ എന്തൊക്കെയോ, നാളെ ഫുള്ള് പള്ളിയില്ലാതെ, നാളെ ഫുള്ള് ബാങ്കില്ല, ആ തരത്തിൽ അപ്പൊ പ്രചാരണം. ഇന്നൊന്നും നോക്കണ്ട. ഇത്ര വർഷമായിട്ട് ഒരു തരി പോലും മുസ്ലിം മതത്തെയോ അല്ലെങ്കിൽ അത്തരം സംഘടനകളെയോ പോലും തൊട്ടിട്ടില്ല. ഇവിടെ ജിഹാദിസം അല്ലെങ്കിൽ സുഡാപ്പിസം രാജ്യത്തിനെതിരെ ആര് നിന്നാൽ അത് മതഭേദമന്യേ, അതിനി മുസ്ലിം ആയിക്കൊള്ളട്ടെ, ഹിന്ദു ആയിക്കൊള്ളട്ടെ, ക്രിസ്ത്യാനി ആയിക്കൊള്ളട്ടെ, രാജ്യത്തിനെതിരെ നിന്ന് എടുത്തുള്ളിലിടൂ. ഇത് വെറുതെ പറയുന്നതല്ല. രാജ്യത്തിനെതിരെ എന്ന് പറഞ്ഞിട്ട് ഹിന്ദു ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെ എടുത്തുള്ളിലിട്ടിട്ടുണ്ട്. ഇതൊക്കെ കാണുന്ന സുഡാപ്പികളോ ഹിന്ദു പേരുള്ള ഒരാളെ പിടിക്കുന്ന മോദിയല്ലേ, പിടിക്കുന്നത് കേന്ദ്ര സർക്കാരല്ലേ, പിടിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാരല്ലേ. എന്തുകൊണ്ട് മതം നോക്കുകയാണെങ്കിൽ അങ്ങ് മാറ്റി നിർത്തിയാൽ പോരെ? നിങ്ങളെ പിടിക്കുന്നില്ല, നിങ്ങൾ ഇന്ന മതമാണല്ലോ പറയുന്ന അതില്ല. ഇവിടെ രാജ്യത്തിനെതിരെ ആര് നിൽക്കുന്നോ ഒരു മതവും നോക്കാതെ അവരെടുത്തുള്ളിലിടും. ഇവിടെ രാജ്യത്തിനെതിരെ നിൽക്കരുത് എന്നേ ഉള്ളൂ. അല്ലാതെ ഇവിടെ ഏത് മതവും, ഇവിടെ മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ 3 മതമാണുള്ളത്. അല്ല, ഇവിടെ 100 അല്ല, നമ്മൾ 1000 എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഒരു സംശയം ഉണ്ടാവും. അത്രത്തോളം ഇവിടെ മതവും ജാതിയും എല്ലാം ഉള്ളതാ. ഇത്ര ഐക്യത്തില് ലോകത്ത് ഏത് ജനാധിപത്യം, ഏത് രാജ്യത്താണുള്ളത്? ഇവിടെ എല്ലാം ഉൾക്കൊള്ളല്ലേ. ആരിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉൾക്കൊള്ളുകയാണ്. ഇവിടെ ഇനിയിപ്പോ നാളെ ജൂത സംവിധാനം ഒരു പ്രശ്നമില്ല. ഇവിടെ ഏത് മതം വന്നാലും സ്വീകരിക്കല്ലേ. അല്ലെങ്കിൽ മുസ്ലിമോ ഇതൊക്കെ സ്വീകരിക്കപ്പെട്ടതല്ലേ, ഇവിടെ ആളുകൾ സ്വീകരിച്ചതല്ലേ, ആ ആളുകൾ തന്നെയല്ലേ, ആ പാരമ്പര്യം തന്നെയാണ് ഇപ്പൊ രാജ്യം ഭരിക്കുന്നതിൽ മുന്നോട്ട് കൊണ്ടുവന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ നമ്മളെ പൊതുവെ BJP യെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പറയും BJP ഒരു വർഗീയ പാർട്ടിയാണ്, RSS വർഗീയ സംഘടനയാണ്. അങ്ങനെയാണെങ്കിൽ UDF ഒരു വർഗീയ പാർട്ടിയാണെന്നും മുസ്ലിം ലീഗ് ഒരു വർഗീയ സംഘടനയാണെന്നും പറയേണ്ടി വരില്ലേ? ശരിക്കും ഇതിൽ ആരാണ് വർഗീയ പാർട്ടി? യഥാർത്ഥത്തിൽ ഇവിടെ വർഗീയ പാർട്ടി എന്ന് പറയുന്നത് അത് UDF നേതൃത്വം കൊടുക്കുന്ന ആ ഒരു സംവിധാനം തന്നെയാണ്. അതായത് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് രാജ്യത്ത് 2000-ലധികം പാർട്ടികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏക ഒരു പാർട്ടി മാത്രമേ മതത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. അത് ഈ പറഞ്ഞ മുസ്ലിം ലീഗാണ്. ഈ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരൊക്കെ തന്നെ പറയാറുണ്ട്, ഞങ്ങൾ സമുദായത്തിന് വേണ്ടിയാണ് പോരാട്ടത്തിന് ഇറങ്ങുന്നത്, സമുദായത്തിന്, മതത്തിന് വേണ്ടി തന്നെയാണ്. ഈ അടുത്തൊക്കെ ഒരു ലീഗ് വനിതാ നേതാവ് പോലും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങള് ഉയർന്ന ജനാധിപത്യ ബോധമൊന്നുമല്ല, ഞങ്ങള് മതത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കൂടുന്നൊക്കെ. ഇതൊക്കെ ലീഗ് നേതാക്കന്മാർ ഇവിടെ ഓരോ ഘട്ടത്തിലും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇതുമായിട്ട് പോകുന്ന UDF അല്ലേ വർഗീയവാദം? ജമാഅത്തെ ഇസ്ലാമിനെ അനുകൂലിച്ച് അല്ലെങ്കിൽ അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന UDF അല്ലേ? ഈ പറഞ്ഞേ ഭാരതീയ ജനതാ പാർട്ടിനെ എടുത്തു നോക്കിയാൽ സിമ്പിൾ ചോദ്യം, ഇവിടെ APJ അബ്ദുൽ കലാം ഇന്ത്യൻ മുസൽമാനായിട്ട് അറിയപ്പെടുന്നല്ലേ. ഇന്ത്യൻ രാഷ്ട്രപതി ഒന്നല്ലാണ്ട് ഒരാൾ എന്താക്കാനാണ്? ഒരു മുസൽമാന് ഇന്ത്യൻ രാഷ്ട്രപതി അല്ലാണ്ട് ഇനി ഒരു പാർട്ടി എന്താ കൊടുക്കുക? അതിലപ്പുറം എന്തെങ്കിലും സ്ഥാനം ഉണ്ടോ കൊടുക്കാൻ? ഇനി ഒരു മുസൽമാനായ കൊണ്ട് അത്ര ആക്കിയില്ലോ ചോദിക്കാൻ പോലും പറ്റുമോ? സിമ്പിൾ ചോദ്യമല്ലത്. അതായത് നിങ്ങൾ മുസൽമാനായിട്ടാണോ രാഷ്ട്രപതി ആക്കാൻ പറ്റാത്തതാണോ ഒരാൾ ചോദിക്കേണ്ടി? അതും ആക്കി കഴിഞ്ഞു. നമ്മുടെ ഗവർണർ ഈ കേരളത്തിന് ആരിഫ് മുഹമ്മദ് ഖാൻ, ഈ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറിന്റെ മുമ്പുള്ളത് ആരായിരുന്നു കേരളത്തിന്റെ ഗവർണർ?
മുസൽമാനല്ലേ? ബിജെപി പാർട്ടിയുടെ ഉള്ളിൽ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ആളെ കാണാം, ഇഷ്ടം പോലെ ആളെ കാണാം. അല്ലെങ്കിൽ BJP ഖുർആൻ എതിർക്കുന്നതോ പ്രവാചകനെ എതിർക്കുന്നതോ ഒന്നും അംഗീകരിക്കുന്നൊന്നുമില്ല. അത് ഇവിടെ ഒരു തെറ്റിദ്ധാരണ ആളുകൾ വരുത്തുകയാണ്. അതൊന്നും അംഗീകരിക്കുന്നൊന്നുമില്ല, ഒരു സ്ഥലത്ത് പോലും അംഗീകരിക്കുന്നില്ല. ശരിക്കും ദേശീയതയെ കുറിച്ച് പറയുമ്പോൾ അത് വർഗീയതയാക്കി മാറ്റുന്നതല്ലേ നമ്മുടെ നാട്ടില്? അതെ, ആ ദേശീയ വികാരം ഇവിടെ ഉണ്ടാവരുത് ആളുകൾക്കിടയിൽ എന്നുള്ളത് വലിയൊരു ലക്ഷ്യമുണ്ട്. എന്നാൽ മാത്രമേ ഇവിടെ കോൺഗ്രസിനും മുസ്ലിം ലീഗിനൊക്കെ പിടിച്ചു പോലും നിൽക്കാൻ പറ്റും. ഇവർക്ക് വികസനം പറയാൻ പറ്റുള്ളൂ. മോദിയേക്കാൾ അധികം കോൺഗ്രസ് രാജ്യം ഇവിടെ ഭരിച്ചില്ലേ? 10-15 വർഷക്കാലം രാജ്യം ഭരിച്ച്, അത് പറഞ്ഞ CPM പോലും പോലെ കൂടെ അല്ലായിരുന്നു. ഒരു ടീമായിട്ട് ഭരിച്ചിട്ട് ഇവർക്ക് ഒരു വികസനം പറയാലോ. ഇവർക്ക് BJP പേടി, മോദി പേടി. മോദി എന്ത് ചെയ്യുന്ന പറയുന്നത്? ഇവിടെ ഒരു മതത്തിനും ഈ പറഞ്ഞ BJP എതിരല്ല. ഒരു വിശ്വാസങ്ങൾക്ക് ഇവിടെ ഞാൻ മനസ്സിലാക്കിട്ടോ, ഞാൻ ഇതിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടൊന്നും നമ്മൾ മനസ്സിലാക്കല്ലോ. ഇപ്പൊ നമ്മൾ ഒരാൾ ഇപ്പൊ മുസ്ലിം ലീഗ് നമ്മൾ പുറത്തുനിന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കി. കാരണം അവർ പറയുന്നത് കേട്ടിട്ട്, അവര് പറയുന്നതും അവരെ കാര്യങ്ങളും കേട്ടിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയൊക്കെ BJP ഒരിക്കൽ പോലും ഒരു മതത്തിനെതിരെ നിൽക്കാറില്ല. മോദി ഇന്നേ വരെ ഏതെങ്കിലും ഒരു മതത്തിനെതിരെ പറഞ്ഞു ഞാൻ കേട്ടില്ല, പറഞ്ഞിട്ടുമില്ല. ഈ പറയുന്ന ആരെങ്കിലും പറഞ്ഞാൽ തന്നെ അത് ആ രീതിയിലെ കൈകാര്യം ചെയ്യുക, അല്ലാണ്ട് അതിനെ ഉൾക്കൊള്ളുന്നൊന്നുമില്ല. എന്നിട്ട് ഇവിടെ BJP വലിയ വർഗീയത, യഥാർത്ഥ വർഗീയ പാർട്ടി പറഞ്ഞ മുസ്ലിം ലീഗിനെ ഉൾക്കൊള്ളുന്ന UDF ആണ്, കോൺഗ്രസ് ആണ്, ഒരു തർക്കമില്ല. അത് അല്ലെങ്കിൽ വലിയ വർഗീയവാദികൾ അല്ലെങ്കിൽ എന്തിനാണ് പലസ്തീൻ അനുകൂലിക്കുന്നത്? ലോകത്തിന്റെ ഏതോ ഒരു കോണിൽ എന്തോ ഒരു പ്രശ്നം നടക്കുന്നു. അപ്പോ പറയോ അത് മനുഷ്യത്തല്ലേ? മനുഷ്യത്വം നമുക്കുണ്ട്, നമുക്ക് നൈജീരിയയിലും മനുഷ്യത്താണ്, നമുക്ക് ലോകത്ത് എവിടെ നടന്നാലും മനുഷ്യത്വം വരും. അല്ലാണ്ട് പലസ്തീനിൽ മാത്രം വരുമ്പോൾ ഒരു പ്രത്യേക മനുഷ്യത്വം ഇക്കും വരുന്നില്ല, നിങ്ങൾക്ക് വരുന്നില്ലല്ലോ. അപ്പൊ അത്രയേ ഉള്ളൂ. അതായത് പലസ്തീനിൽ മാത്രമാണെങ്കിൽ അത് മതം നോക്കി മാത്രം വരുന്ന മനുഷ്യത്വം, മതം നോക്കി മാത്രം വരുന്നത്. അതിനെയാണ് നമ്മൾ വർഗീയത. ഒന്നെങ്കിൽ ഈ പറഞ്ഞ ആളുകളെ പ്രീണിപ്പിച്ച് നേട്ടമുണ്ടാക്കാനുള്ള ആളുകൾ, അല്ലെങ്കിൽ വർഗീയവാദികൾ. ലീഗ് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും സമുദായത്തിന് വേണ്ടി പോരാ, ലോകം മൊത്തമുള്ളതിന് അവരിറങ്ങിയല്ലോ. ഇനി എത്ര ഉദാഹരണങ്ങൾ നിലവിളി കത്തിച്ചോ ഈ പറഞ്ഞ ഈ വിദ്യാഭ്യാസ മന്ത്രി ഷംസുദ്ദീൻ അല്ലേ? ഈ ഷംസുദ്ദീൻ ഈ കത്തിച്ചിട്ടുണ്ടോ? പ്രധാനപ്പെട്ട ഒരു ഉദ്ഘാടനം നടന്ന ആദ്യ പ്രോഗ്രാമില് തിരിഞ്ഞു മറിഞ്ഞ് കളിച്ചാ വിളക്ക് കത്തിച്ചില്ല. ഇത് നമ്മുടെ സംസ്കാരമാണ്, ഈ രാജ്യത്തിന്റെ പാരമ്പര്യം, പൈതൃകം, സംസ്കാരമാണ് വിളക്ക്. ഇത് ഞാൻ ചോദിക്കട്ടെ, അടുത്തും UDF, അതിന്റെ അടുത്തും UDF എന്ന ഈ നിലവിളക്ക് കത്തിക്കുന്ന ഒരു മാറ്റൂലേ? ഒരിക്കലും ഒരു വിദ്യാഭ്യാസ മന്ത്രി അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. കാരണം അവിടെ ഉള്ളത് ഒരു വിഭാഗത്തിലെ കുട്ടികളല്ല. ഇല്ല. അപ്പൊ ഇവരോടൊക്കെ പറയുന്നത് എന്താ? ഈ എത്രയും വലിയ നമ്മുടെ കേരളത്തിലെ സകല വിദ്യാർത്ഥികളോട് എന്ത് സന്ദേശം കൊടുക്കുന്നത്? ഞങ്ങൾ പ്രത്യേകമാണ്, ഞങ്ങൾ ഇതിനൊന്നുമില്ല. അതെത്ര ഊളത്തൊരു നെറികേടുമാണ്. ആ വലിയൊരു ഒരു ഈ ലീഗിനൊക്കെ വിദ്യാഭ്യാസ മന്ത്രി കൊടുക്കരുത്. നമ്മുടെ പുതുതലമുറ അല്ലേ, നമ്മുടെ പുതുതലമുറ പഠിച്ച പാഠമാണ് അത് വീണ്ടും. പിന്നെ അതെ, അതായത് ഒരു വർഗീയ പാർട്ടിക്ക് പുതുതലമുറനെ ഏൽപ്പിച്ചു കൊടുക്കരുത്. പക്ഷെ എല്ലാ പ്രധാന വകുപ്പുകളും മുസ്ലിം ലീഗിന്റെ കൈകടത്തലുണ്ട്. പ്രധാനപ്പെട്ട ഒക്കെ വിലല്ലേ മുഖ്യമന്ത്രിയെ വിലല്ലേ കൈകാര്യം ചെയ്യുന്നത്? പാണക്കാട്ടിൽ സ്വിച്ച് അല്ലേ, റിമോട്ട് പാണക്കാട്ടല്ലേ, ഇങ്ങോട്ട് ഇട്ടാൽ അങ്ങോട്ട് എത്തും, ഇങ്ങോട്ട് എത്തിയാൽ ഇങ്ങോട്ട് എത്തും. ഇതല്ലേ